കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ഫിസിയോതെറാപ്പിസ്റ്റ് പെൺകുട്ടിയെ പീഡിപ്പിച്ചു. പെൺകുട്ടി ഇക്കാര്യം ആശുപത്രി ജീവനക്കാരെ അറിയിക്കുകയായിരുന്നു. ആശുപത്രി അധികൃതർ വിവരം പോലീസിനെ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഇർഫാൻ ഇബ്രാഹിം സേട്ട് ചേരുന്നുണ്ടോ? ഇർഫാൻ, എപ്പോഴാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടന്നത്? ഇവിടെ കഴിഞ്ഞ ഒരു മാസമായി ഈ കുട്ടിയെ ഈ ഫിസിയോതെറാപ്പിസ്റ്റ് മഹേന്ദ്രൻ എന്ന് പറയുന്ന കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് ചികിത്സിച്ച് വരികയായിരുന്നു. ഫിസിയോതെറാപ്പിയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനിടയിലാണ് പലതവണയായി പീഡിപ്പിച്ചത് എന്നാണ് യുവതി പരാതി നൽകിയിട്ടുള്ളത്. ഇക്കാര്യം യുവതി ആശുപത്രി അധികൃതരെയാണ് കഴിഞ്ഞ ദിവസം എത്തിയപ്പോൾ അറിയിച്ചത്. ബുധനാഴ്ചയാണ് അവസാനമായി യുവതി ഇത്തരത്തിൽ ഫിസിയോതെറാപ്പിക്ക് എത്തിയത്. അപ്പോൾ ഇദ്ദേഹം മറ്റൊരാളെ ഫിസിയോതെറാപ്പി ചെയ്യുകയായിരുന്നു. പിന്നീട് ഈ ഒരു മാസത്തിനിടയിലുണ്ടായ വിവിധ സംഭവങ്ങൾ ഉൾക്കൊള്ളിച്ച് ഇദ്ദേഹം ഈ ഒരു പെൺകുട്ടി ആശുപത്രി അധികൃതരെ അറിയിക്കുകയായിരുന്നു. തന്നെ പീഡിപ്പിച്ചു എന്നുള്ളത്. ആശുപത്രി അധികൃതരാണ് ഇക്കാര്യം വെള്ളയിൽ പോലീസിൽ പരാതി നൽകിയത്. വെള്ളയിൽ പോലീസ് ഇയാളെ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മഹേന്ദ്രൻ എന്ന് പറയുന്ന ആൾ ഇപ്പോൾ ഒളിവിലാണ് എന്നാണ് വെള്ളയിൽ പോലീസ് നൽകുന്ന വിവരം. ഏതായാലും സംഭവത്തിൽ ആരോഗ്യ വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിനെതിരെ വകുപ്പ് തല നടപടിയും എന്തായാലും ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ഇദ്ദേഹത്തെ നടപടിയിൽ നിന്ന് അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൻ്റെ നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എഫ്ഐആർ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി അല്ലെങ്കിൽ ഇന്നലെയോടുകൂടി തന്നെ പോലീസ് എഫ്ഐആർ ഇട്ട് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇയാളെ അന്വേഷിച്ച് പോലീസ് എത്തിയപ്പോഴെല്ലാം ഇയാൾ അബ്സ്കോണ്ടിങ് ആണ് അല്ലെങ്കിൽ ഒളിവിലാണ് എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി വെള്ളയിൽ പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഈ എന്തൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ആശുപത്രി അധികൃതർ വിവരം പോലീസിനെ അറിയിച്ചിട്ടുള്ളത്? പരാതിയുമായി ബന്ധപ്പെട്ട് പരാതിയിൽ എന്തൊക്കെയാണ് പറയുന്നത് ഇർഫാൻ? പരാതിയിൽ പ്രധാനമായും പറയുന്നത് ഇത്തരത്തിൽ ഫിസിയോതെറാപ്പിക്ക് എത്തിയ ആ ഒരു രോഗി തന്നെയാണ് ഈ ഒരു പീഡന വിവരം ആശുപത്രി അധികൃതരെ അറിയിച്ചത് എന്നാണ്. പെൺകുട്ടി തന്നെ പരാതി ഇത്തരത്തിൽ എഴുതി നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വെള്ളയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. പ്രതിയെ തപ്പി പ്രതി ഉണ്ടാവാൻ ഇടയുള്ള പലയിടങ്ങളിലും പോലീസ് ചെന്നിരുന്നു. എന്നാൽ ഈ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ ഫോൺ റേഞ്ച് ലൊക്കേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഫോൺ ലൊക്കേഷൻ വെച്ച് ഉൾപ്പെടെയുള്ള അന്വേഷണം പോലീസ് കൃത്യമായി തന്നെ നടത്തുന്നുണ്ട്. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയെങ്കിലും ഇയാൾ ഇപ്പോൾ ഒളിവിലാണ്. ഈ പരാതി പുറത്തു വന്നതിനെ തുടർന്ന് ഇയാൾ ഒളിവിൽ പോയതാണ്. മഹേന്ദ്രൻ എന്ന് പറയുന്ന ആൾ ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം കാര്യമായി തന്നെ നടക്കുന്നുണ്ട്. ഇയാളുടെ ബന്ധുവീടുകളും അതോടൊപ്പം തന്നെ ഇയാളുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളും സഹപ്രവർത്തകരിൽ നിന്ന് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ച് ഉൾപ്പെടെയുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. ഉടൻ തന്നെ ഇദ്ദേഹത്തെ പിടികൂടാൻ കഴിയും എന്ന് തന്നെയാണ് പോലീസ് നൽകുന്ന ഒരു വിവരം. ഏതായാലും വിഷയം ആശുപത്രി അധികൃതർ തന്നെയാണ് ആദ്യം പോലീസിൽ അറിയിക്കുന്നത്. ഈ ഒരു പെൺകുട്ടിയുടെ പരാതിയിന്മേലാണ് ഇത്തരത്തിൽ ആശുപത്രി അധികൃതർ പോലീസിന് വിവരം അറിയിക്കുന്നത്. പെൺകുട്ടിയുടെ മൊഴി പ്രാഥമികമായി രേഖപ്പെടുത്തി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒരു പീഡന പരാതി ആയതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ പോലീസ് നമുക്ക് നൽകുന്നില്ല. ഏതായാലും വരും മണിക്കൂറുകളിൽ ഈ ഒരു മഹേന്ദ്രൻ എന്ന് പറയുന്ന പ്രതിയെ പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് വെള്ളയിൽ പോലീസ് ഉള്ളത്. ശരി, കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ഫിസിയോതെറാപ്പിക്ക് എത്തിയ പെൺകുട്ടിയെ പീഡിപ്പിച്ചതായാണ് പരാതി. പെൺകുട്ടി ഇക്കാര്യം ആശുപത്രി ജീവനക്കാരെ അറിയിക്കുകയായിരുന്നു. ആശുപത്രി അധികൃതർ വിവരം പോലീസിനെ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഇർഫാൻ ഇബ്രാഹിം സേട്ടാണ്.